ജീവിതത്തിൽ എല്ലാം അത് എത്ര ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമുക്ക് എന്നുണ്ടെങ്കിലും അത് ടെമ്പററി ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാണ്. അതായത് നമ്മളിപ്പോൾ ഒരാൾ ഏറ്റവും അടുത്ത ഒരാളായിക്കോട്ടെ, നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി, നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, നമ്മുടെ കുട്ടികളായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എത്ര നമ്മളോട് അടുത്തിരിക്കുന്ന ആളാണെങ്കിൽ പോലും എല്ലാവരും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും, നമ്മളുടെ ഒരു വണ്ടി, വീട്, ജോലി, എല്ലാ കാര്യങ്ങളും എന്തുമായിക്കോട്ടെ അത് നമുക്ക് ശാശ്വതം അല്ലേ. ഒരിക്കലും ഇതൊന്നും പെർമനൻ്റ് അല്ല. എല്ലാവരുടെയും കേസിൽ അത് തന്നെയാണ്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയുണ്ടോ, ആരൊക്കെയുണ്ടോ, നമ്മൾക്ക് ഈ ലോകത്തിൽ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമുക്കില്ല അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ടെമ്പററി ആണ്, ഒന്നും പെർമനൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്താഗതി വെച്ചിട്ട് നമ്മുടെ ജീവിതം ഒന്ന് മുന്നോട്ട് പോയി നോക്കി ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് വരും കേട്ടോ. എനിക്ക് വന്നേക്കുന്ന എൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അതാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ ചിന്തിച്ചിരുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മളെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും ചീത്ത പറഞ്ഞ് എന്ന് ഞാൻ അറിയുമ്പോൾ, അത് ഡയറക്റ്റ്ലി ആവട്ടെ ഇൻഡയറക്റ്റ്ലി ആവട്ടെ, ഞാൻ അറിയണ സമയത്ത് എനിക്ക് ആ ആളോട് ഭയങ്കര ദേഷ്യം തോന്നിയിരുന്നൊരു സമയമുണ്ട് കേട്ടോ. ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത്, എന്നാലും എന്താ അങ്ങനെ പറഞ്ഞേ, ഇത്രയും നമ്മൾ അടുത്തുള്ള ആൾക്കാരല്ലേ, ഇത്രയും നമ്മൾ അറിയുന്ന ആൾക്കാരല്ലേ, നമ്മൾ ഇത്രയും ഒരുപാട് എല്ലാത്തിനും ഒന്നിച്ച് ഇടപഴകിയിരിക്കുന്ന ആൾക്കാരെ, എന്നിട്ടും എന്താ നമ്മളെ അങ്ങ് കുറ്റം പറഞ്ഞ് അങ്ങനെ ചീത്തയാക്കി പറഞ്ഞ് എന്ന് ചിന്തിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു ഞാൻ. അതെന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ അറിയാം, എന്നിട്ടും അവരെന്ത് പറഞ്ഞു എന്നുള്ള ഒരു ദേഷ്യത്തെക്കാളോ ഉപരി ഒരു വിഷമാണ് കേട്ടോ അത് എനിക്കെന്ന് പറയുന്നത് ഹേർട്ട് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ഫാമിലി ആയിരിക്കും, ആരുമായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കട്ടെ, ചിലപ്പോൾ ആരുമായാണെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വിഷമം തോന്നും അല്ലേ, അല്ലെങ്കിൽ ദേഷ്യം വരും. പക്ഷേ അതിനകത്ത് തന്നെ പല കാറ്റഗറി ആൾക്കാരുണ്ട്. ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അവരോട് ഒരിക്കലും മിണ്ടില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ അവരോട് ഒരു കോണ്ടാക്റ്റും ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്ത് കളയുന്ന ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. വേറൊരാൾക്കാരെന്ന് പറയുന്നത് വിഷമം തോന്നും, പക്ഷെ വിഷമം തോന്നിയാലും അത് ഉള്ളിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ എന്നാലും എന്താണാവോ അങ്ങനെ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ പെരുമാറും. പക്ഷെ പെരുമാറിയാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വിഷമം നമുക്ക് കിടക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. വേറൊരു കാറ്റഗറി ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പറഞ്ഞു തീർക്കും അല്ലേ. പറഞ്ഞു തീർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ആശ്വാസം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരാണ്. ഞാൻ നേരിട്ട് അറിഞ്ഞേക്കുന്നതാണ്. അതായത് ആ വ്യക്തിക്കും അറിയാം, എനിക്കും അറിയാം ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട് എന്നറിയുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ നേരിട്ട് സംസാരിച്ച് തീർക്കും. അതാവുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അല്ലേ. എൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിന്തിച്ചേക്കുന്ന പോലെ ആയിരിക്കില്ല ശരിക്കും നടന്നേക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിച്ച് കൂട്ടിയേക്കുന്ന പോലെ ആയിരിക്കില്ല ശരിക്കും അവർ ചിന്തിച്ചേക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. നമ്മൾ കേട്ട് വന്നപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ ഒന്നിനെ 8 പറഞ്ഞെന്ന്, അങ്ങനെയൊക്കെ നടന്നേക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. സോ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ, നമ്മൾ നേരിട്ട് അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ്കമ്മ്യൂണിക്കേഷൻസോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അങ്ങനെ തീരുന്ന കുറേ വഴക്കുകളുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലാം ടെമ്പററിയാണ്. ഈ നമ്മളെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാർ, നമ്മുടെ പുറകിൽ നിന്ന് നമ്മളെ ചീത്തയാക്കി പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർക്കതൊരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങ് പറയട്ടേന്നേ. അവരുടെ ജീവിതത്തിൽ അതാണ് സന്തോഷമെങ്കിൽ അങ്ങ് പറയട്ടെ. ഇനി ഞാൻ ചിന്തിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു കുറ്റം പറയുമ്പോൾ, ഒരു ചീത്ത പറയുമ്പോൾ അവർക്ക് നമ്മുടെ സാഹചര്യം അറിയില്ല അല്ലേ. നമ്മുടെ സാഹചര്യം, നമ്മളെങ്ങനെയാണ് പോകുന്നത്, നമുക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സൈഡ് എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് അറിയണ്ടാവില്ല അല്ലേ. നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കില്ല അല്ലേ, നമ്മുടെ ദിവസവും നമ്മുടെ കൂടെ ഡെയിലി ലൈഫ് ഷെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല, നമ്മുടെ ക്ലോസ് ഫാമിലി ആയിരിക്കില്ല ചിലപ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയില്ല അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നല്ലേ. അപ്പം നിങ്ങൾ ദേഷ്യം വെച്ച് നിങ്ങൾ വഴക്ക് കൂടി മിണ്ടാതിരുന്ന് എത്ര നാളുണ്ട് നമ്മൾ ഈ ഒരു കുഞ്ഞി ലോകത്തിൽ എത്ര നാൾ നമ്മൾ മുന്നോട്ട് പോകുന്നു നമുക്ക് ഉറപ്പുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്നെ ജീവിതത്തിൽ പഠിപ്പിച്ച ഒരു ചെറിയ കാര്യമുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്.
അപ്പോൾ ഞാനിത് ഭയങ്കര ഇമോഷണലായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചൊരു വീഡിയോ അല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം എൻ്റെ കുഞ്ഞ് ജനിച്ച സമയത്ത് അവനൊരു 3.5 മാസം ഉണ്ടായിരുന്നിരിക്കും, ഏകദേശം 4 മാസം ആയിട്ടില്ല, 4 മാസം ജസ്റ്റ് കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് 3.5 മാസം 4 മാസം എന്ന് പറഞ്ഞാൽ അറിയാലോ, കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വളരെ കുഞ്ഞുങ്ങളാണ്. നമ്മൾ ജസ്റ്റ് കിടത്തും, അവർ ജസ്റ്റ് പാല് കൊടുക്കുന്നു, ഉറങ്ങുന്ന ആ ഒരു സ്റ്റേജാണ് അവരുടെ, ജസ്റ്റ് ന്യൂ ബോൺ സ്റ്റേജ് കഴിയുന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് മൂത്ത കുട്ടി ഉണ്ടെന്ന്, മൂത്ത കുട്ടി എന്ന് പറയുന്നത് അവനന്ന് ഏകദേശം 3.5 വയസ്സുണ്ട്, അവർ തമ്മിൽ കറക്റ്റ് 3 വയസ്സിന് വ്യത്യാസം. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇവരെ താഴെ കിടത്തിയേക്കും. അപ്പം അന്ന് എൻ്റെ ഇൻലോസ് ഉണ്ട്, ഡാഡിയും മമ്മിയും ഉണ്ട്. അപ്പം മമ്മിയാണെന്നുണ്ടെങ്കിൽ അവന് താഴെ കളിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ മാറ്റിൽ കിടത്തിയേക്കും. അപ്പോൾ അവൻ കിടക്കുന്നുണ്ട്, അവൻ കളിക്കുന്നുണ്ട്. ആദ്യമാണെന്നുണ്ടെങ്കിൽ ഏബലിൻ്റെ ചുറ്റും കിടന്നിങ്ങനെ കളിക്കുന്നുണ്ട്. അവനിങ്ങനെ ചുമ്മാ തുള്ളി ചാടിക്ക് നടക്കുന്ന ഒരു സമയമാണല്ലോ അത്, ഇപ്പോഴും അതെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവയുടെ മേത്ത് പൊക്കത്തേക്കൂടെയാണ് അവൻ ചാടാൻ ഉദ്ദേശിച്ചത് തോന്നുന്നു. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. അവനിങ്ങനെ ചുറ്റും നടന്നിട്ടേ ഇരുന്നത്. അപ്പം നടന്നിട്ട് ഇരുന്ന സമയത്ത് പെട്ടെന്ന് അവൻ്റെ കാലാണെന്നുണ്ടെങ്കിൽ വാവയുടെ ഇവിടെ നെറ്റിയിൽ കൊണ്ടു. ഒരുപാട് അങ്ങനെ നമ്മൾ പേടിക്കേണ്ട സ്ഥലങ്ങളിലൊന്നും അല്ല കൊണ്ടേ, മൂക്കിലോ അങ്ങനെ വേറെ ഒന്നുമല്ല. പക്ഷെ നെറ്റിലാണെങ്കിൽ പോലും എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊരു ചെറിയ അങ്ങനെ ഒരുപാട് വേദന എടുക്കാനോ അങ്ങനെയൊന്നും പറ്റിയതായിട്ട് നമുക്ക് തോന്നിയില്ല. ഞാൻ ആക്ച്വലി വാവയുടെ ചേർന്നില്ല, മമ്മിയാണ് തൊട്ടടുത്ത് വാവയുടെ ഇരിക്കുന്നത്. അപ്പം കാല് കൊണ്ട വഴി പെട്ടെന്ന് അവൻ കരഞ്ഞു, കൊച്ചു കരഞ്ഞു കഴിയുമ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ പെട്ടെന്ന് എടുക്കുമല്ലോ. മമ്മി പെട്ടെന്ന് എടുത്തു. അപ്പം മമ്മി എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മി എന്നോട് ഒരു കൊച്ചു കരച്ചിൽ നിർത്തണില്ല, പെട്ടെന്ന് എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവനെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എടുത്തിങ്ങനെ ആ ഒരു കുറച്ചിങ്ങനെ സമയം പോകും തോറും എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവേനെ എനിക്ക് അവനെ എടുക്കുമ്പോൾ എനിക്ക് ആ ഒരു നമ്മുടെ ഒരു മാംസത്തിൻ്റെ ഒരു ഫീലില്ലേ, അത് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്ന കൊച്ച് കല്ലാന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഭയങ്കര ഹാർഡാണ് അവൻ. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചിങ്ങനെ മുന്നോട്ട് പോകും, അതായത് സെക്കൻഡ്സ് പോകും തോറും അതിങ്ങനെ ഹാർഡായി വരും. അപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന കൊച്ചെല്ലാം കല്ലാണ്. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് പാനിക്കായി. ഓഫ് കോഴ്സ് നമുക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പം പെട്ടെന്ന് കൊച്ച് കരച്ചിൽ നിർത്തിയിട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ വാ വിട്ട് കരഞ്ഞിട്ട് പിന്നെ വാ അടയ്ക്കാതെ, അപ്പോൾ കൊച്ച് വാ തുറന്ന് നിൽക്കുന്നു, കൊച്ചിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ മങ്ങി അടഞ്ഞു പോകുന്നു. അപ്പോൾ ഈ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു മൊത്തത്തിലൊരു വെപ്രാളായിരിക്കും. ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല, ഞാനും മമ്മിയും ഡാഡിയും മൂത്ത കുട്ടിയും ഉള്ളത്. പെട്ടെന്ന് മമ്മി ആദ്യത്തിനെ ചേർത്ത് തന്നെ നിർത്തി, ഞാൻ കൊച്ചിനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട്. അപ്പം ഞാൻ മമ്മിയോട് പറയുന്നത്, മമ്മി എന്തോ പന്തികേടുണ്ട്, എനിക്ക് വേറെ ഒന്നും പറയാനോ ചെയ്യാനോ. പെട്ടെന്ന് ഞാൻ ഇതൊക്കെ നടക്കുന്ന ഫ്യൂ സെക്കൻഡ്സ് ആണ്, ഒരു 2 സെക്കൻഡ്സ് ആയിരിക്കും മേ ബി ഉണ്ടാവണേ, പക്ഷെ ഞാൻ പറയുമ്പോൾ അത് ഒരുപാടുണ്ടാവും. പെട്ടെന്ന് എൻ്റെ തലയിൽ വന്നു 911 വിളിക്കാം, എമർജൻസി വിളിക്കാം. അപ്പോൾ ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് എമർജൻസി വിളിക്കാൻ തോന്നി എന്നുള്ളതാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പം പെട്ടെന്ന് 911 വിളിച്ചു കഴിഞ്ഞിട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിളിച്ചാൽ പോരല്ലോ, നമ്മൾ കാര്യം പറയണ്ടേ. വിളിച്ചിട്ട് എനിക്ക് കാര്യം പറയാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഭയങ്കര പാനിക്കായിപ്പോയി. എന്താ ചെയ്യുക, കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും കൊച്ചിൻ്റെ ചുണ്ടൊക്കെ ഇങ്ങനെ പർപ്പിളായി. അവനാണെങ്കിൽ അനങ്ങുന്നേ ഇല്ല, മീൻസ് കണ്ണ് തുറക്കുന്നുമില്ല, വാ അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുക, പർപ്പിൾ ചുണ്ടായിട്ടിരിക്കുന്നു, തട്ടുക. അതിൻ്റെ ഒപ്പം 911 വിളിക്കുന്നത്, ഞാൻ ലൗഡ് സ്പീക്കറിലിട്ടാണ് ഞാൻ വിളിക്കുന്നത്, സംസാരിക്കുന്നത്. വിത്തിൻ 2 rings അവരെടുക്കും, എമർജൻസി ആണല്ലോ, എടുത്ത്. പക്ഷേ ഞാൻ പറയുന്നുണ്ട്, 3.5 മാസമായ കുട്ടിയാണ്, ബ്രീത്ത് ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല, ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് മനസ്സിലാവുന്നില്ല പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ കിടന്ന് വിറയ്ക്കുവാണ്. അപ്പോൾ വിറയ്ക്കുമ്പോൾ നമ്മൾ ചുണ്ടൊക്കെ കിടന്നിങ്ങനെ വിറയ്ക്കണം, അതിനെ പറയുന്നത് എന്തൊക്കെയോ ആയിട്ട് ബ്ലബ്ലാന്ന് കേൾക്കുന്നത്. അവർക്കാണെങ്കിൽ വ്യക്തമാവുന്നില്ല. ഞാനാണെങ്കിൽ പറയുന്നത് ഇമ്മീഡിയറ്റ് ആംബുലൻസ് വേണം, എമർജൻസി ആണ്, ഇതാണ് അഡ്രസ്സ്, എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അവർക്ക് മനസ്സിലാവണം. അപ്പം എന്നോട് ആ ഒരു സ്ത്രീ ആയിരുന്നു, ഒരു ലേഡി ആയിരുന്നു, പുള്ളിക്കാരി എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് സ്ലോലി സംസാരിക്കും, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. ഡാഡിക്കും മമ്മിക്കാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, ഹസ്ബൻഡ് ആണെങ്കിൽ ഇല്ല. നമ്മൾ ഹസ്ബൻഡിനെ അപ്പോൾ വിളിച്ചിട്ടേ ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ
ആ സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ല, ഞാൻ തന്നെ പറഞ്ഞേ പറ്റൂ. ഞാനത് കഴിഞ്ഞ് ഞാൻ അവരോട് പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, എന്നാൽ അവർക്കത് ക്ലിയർ ആവുന്നില്ല. ഈ കൊച്ചിനെ ഞാൻ കയ്യിൽ പിടിച്ചിട്ട്, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഈ വിളിച്ചിട്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് കൊച്ചിനെ കയ്യിലൊക്കെ പിടിച്ച് തട്ടുന്നുണ്ട്. ഞാൻ അവൻ്റെ തലക്കിട്ട് ഇങ്ങനെ കൊട്ടുന്നുണ്ട്, കൈയിട്ട് കൊട്ടുന്നുണ്ട്, കാല് കൊട്ടുന്നുണ്ട്, പുറത്ത് തൊട്ടുന്നുണ്ട്, നെഞ്ച് തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഞാൻ അവനിങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യണതിൻ്റെ ഒപ്പം ഞാൻ 911നോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർ തിരിച്ചൊന്നും മനസ്സിലാവണില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ ചെയ്യണ്ടേന്നൊരു പിടി കിട്ടുന്നില്ല. അപ്പം എൻ്റെ തലയിൽ കൂടെ പോകുന്നില്ല, അവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി വരുമോ, എന്താ ചെയ്യണ്ടേ, കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുമോ, ഇതൊക്കെ എൻ്റെ തലയിൽ കൂടെ പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ അപ്പം എന്നോട് ചേർന്ന് മമ്മി നിൽക്കുന്നുണ്ട്, മമ്മി ആദത്തിന് പിടിച്ചിട്ടുണ്ട്, ഡാഡി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ മമ്മിയോട് അതിനൊപ്പം പാരലലി 911 സംസാരിക്കുന്നതിനൊപ്പം തന്നെ മമ്മിയോട് ഞാൻ, കാരണം കൊച്ചിനെ തട്ടിയിട്ട് കൊച്ചാനങ്ങുന്നില്ല, ഫ്യൂ മിനിറ്റ്സേ ആവണുള്ളൂ. പക്ഷെ ആ ഫ്യൂ മിനിറ്റ്സ് മതി, കാരണം അത്രയും ചെറിയൊരു ന്യൂ ബോൺ സ്റ്റേജ് ആണല്ലോ. അപ്പം ഞാൻ മമ്മിയോട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വായിന്ന് വന്ന ഒരു പറയുന്നത്, മമ്മി കൊച്ച് പോയി തോന്നുന്നത്, മമ്മി കൊച്ച് പോയിന്ന് തോന്നുന്നേ, കൊച്ച് അനങ്ങുന്നില്ല മമ്മി പറഞ്ഞ കരയുക. വേറെ എന്താ ചെയ്യാൻ പറ്റണെന്ന് നമുക്കൊരു പിടിയില്ല, ഒന്നും ചെയ്യാനില്ല. ലാസ്റ്റ് എവിടെയോ നമ്മൾ പറയില്ലേ, ഒരു 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 ഗോഡ് സ്പിരിറ്റ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനം എന്നൊക്കെ. ഞാൻ അതിനകത്തൊരു വിശ്വസിക്കുന്നതാണ്. ഞാൻ അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാളോ അല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയും എത്തിക്കാൻ പറ്റുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു പോസിറ്റീവ് സ്പിരിറ്റ്. ആ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഉണ്ടല്ലേ. നമുക്കൊരു സാഹചര്യം വരുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഒരു സ്പിരിറ്റ്, ഒരു ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എവിടെയോ എന്തോ കേട്ട് മറന്ന ഒരു കണ്ടു മറന്ന ഒരു വീഡിയോയാണോ എന്തോ പെട്ടെന്ന് എൻ്റെ തലയിൽ വരുമോ, കൊച്ചിനെ പിച്ചാൻ. അത് തലയിലാണ് വന്നു. 911 സംസാരിച്ചുകൊണ്ടിരിക്കുക. കൊച്ചിൻ്റെ ഈ കക്ഷത്തിൻ്റെ അവിടെ നല്ലൊരു നുള്ള് ഞാൻ കൊടുത്തു. നുള്ളെന്ന് പറഞ്ഞാൽ എനിക്ക് അത് എത്ര ഫോഴ്സ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു സാധാരണ ഒരു വലിയ മനുഷ്യനെ പിച്ചുന്നതിനേക്കാളും മുറുക്കത്തിലാണ് തോന്നുന്നു ഞാൻ കൊച്ചിനെ പിച്ചുന്നത്. ഞാനപ്പം ചിന്തിക്കുന്നില്ല അത് കൊച്ചാണ് എന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ തലയിൽ എന്തോ വന്നു, നല്ലൊരു നുള്ള് ഞാൻ കൊടുത്തു. ആ നുള്ളി വഴി വിത്തിൻ ഒരു ഫ്യൂ സെക്കൻഡ്സിനകത്ത് അവൻ ഇങ്ങനെ ഒരു ദീർഘശ്വാസം പെട്ടെന്നൊരു ദീർഘശ്വാസം വലിച്ച് അവൻ്റെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ കുറേ വെള്ളം അങ്ങ് വന്നു. അപ്പം അതുപോലെയൊന്നല്ല, സാധാ വെള്ളം പോലെ കുറേ ഇങ്ങനെ തുമ്മി മൂക്കിൽ നിന്നും കുറേ അങ്ങ് കരഞ്ഞ് കൊച്ച്. അതോടുകൂടി കൊച്ച് ശ്വാസം വലിച്ച് കൊച്ചിൻ്റെ പർപ്പിൾ കളറ് ലൈറ്റായി തുടങ്ങി. അവൻ്റെ ശരീരം എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. കൊച്ച് ശ്വാസം വലിച്ച് കൊച്ച് നോർമലായ വഴി ഞാൻ കൊച്ചിനെ നേരെ മമ്മിയുടെ കയ്യിലേക്ക് കൊടുത്തു. മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മീനെ എനിക്ക് പിടിക്കാൻ പറ്റില്ല കൊച്ചിനെ. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മീനെ എനിക്ക് കൊച്ചിനെ പിടിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ കൈയും കാലും തളർന്നു. ഓൾറെഡി എന്താ പറയുന്നത്, നമ്മൾ പറയില്ല, ഒരു മിനി അറ്റാക്കായിരുന്നു ശരിക്കും എനിക്ക് അവിടെ വന്നേ. ഞാൻ പെട്ടെന്ന് കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തു. കൊച്ചിനെ കൊടുത്തിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ആദത്തിനെ ഞാൻ കെട്ടിപ്പിടിച്ച് ഞാൻ അവിടെ ഇരുന്നു. ആദവും കരച്ചിലാണ്, ഞങ്ങളും കരച്ചിൽ, എല്ലാവരും കരച്ചിൽ. ലാസ്റ്റ് ഞാൻ അപ്പോഴും 911 ലൈനിൽ നിൽക്കുക പുള്ളിക്കാരി എന്നോട്. അപ്പോൾ എനിക്ക് കുറച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു, കൊച്ച് ബ്രീത്ത് ചെയ്യുന്നുണ്ട്, എനിക്കറിയില്ല അവൻ ഓക്കെ ആണോ എന്ന്, പക്ഷെ കൊച്ച് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, പുള്ളിക്കാരി ലൈനിൽ ഹോൾഡ് ചെയ്യാം, കൊച്ചിനൊന്ന് ഫീഡ് ചെയ്ത് നോക്ക്, ഫീഡ് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്യും, ഞാൻ ആംബുലൻസ് ക്യാൻസൽ ചെയ്യാം. സോ പുള്ളിക്കാരി ഓൾറെഡി ആംബുലൻസ് വിട്ടിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. പുള്ളിക്കാരിക്ക് അഡ്രസ്സ് മനസ്സിലായിരിക്കും, കാരണം ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞ അഡ്രസ്സ് ഞാൻ പറഞ്ഞത് പുള്ളിക്കാരി ഓക്കെ എന്നാണ് പറഞ്ഞു. വേറെ ഒന്നും ഞാൻ ഓർക്കുന്നില്ല ശരിക്കും എന്താന്ന്. അപ്പം ഇനി ആംബുലൻസ് ഓൾറെഡി അത് ഇനി റെഡി ആയി നിൽക്കുവാണ് അവർ പോവാൻ എന്നുള്ളൊരു സ്റ്റേജാണോ എനിക്കറിയില്ല. പുള്ളിക്കാരിയോട് കൊച്ചു ഫീഡ് ചെയ്ത് നോക്കും, കൊച്ചു ഓക്കെ ആണെങ്കിൽ ആംബുലൻസ് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി കുറച്ച്, കാരണം എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല അവന്, ഞാൻ അതിനൊരു സ്റ്റേജിലല്ല. മമ്മി പെട്ടെന്ന് കുപ്പിയിൽ പാലെടുത്ത് കൊച്ചിന് പാല് കൊടുത്തു, കയ്യിലിരുത്തി മമ്മി കൊടുത്തു പാല് കൊടുത്തപ്പോൾ അവൻ കുടിക്കുന്നുണ്ട്, അവൻ കരച്ചിൽ നിർത്തി, അവൻ പാല് കുടിക്കുന്നുണ്ട്. ചെറിയൊരു ഇങ്ങനെ ഒരു ഏന്തലുണ്ട് കരഞ്ഞതിൻ്റെ, പക്ഷെ ഓക്കെയാണ്, അവൻ്റെ ചുണ്ടൊക്കെ നോർമലായി, പർപ്പിളിൽ നിന്ന് മാറി.
അപ്പം ഞാൻ പുള്ളിക്കാരിട്ട് പറഞ്ഞു അവൻ ഓക്കെ ആണെന്ന് തോന്നുന്നു, പാല് കുടിച്ചു. പുള്ളിക്കാരി വിളിച്ചു വോമിറ്റ് ചെയ്തു. വോമിറ്റ് ഒന്നും ചെയ്തില്ല, അവൻ ഓക്കെ ആണെന്ന് തോന്നുന്നു എന്ന്. കുറച്ച് സെക്കൻഡ്സ് പുള്ളിക്കാരി വെയിറ്റ് ചെയ്തു, കോള് കട്ട് ചെയ്തു. ഈ സംഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് എല്ലാ മദർഹുഡിൽ കൂടെ പോണ ഒരു അമ്മമാരാണെങ്കിലും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആ ഒരു ഉറക്കമില്ലായ്മയും പിന്നെ രാവിലെ എഴുന്നേറ്റ് ഈ ഒരു റൊട്ടീൻ തന്നെ വീണ്ടും പരിപാടികൾ, കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് സാധാരണ പോലെ ആയിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ ഒരു 3-3.5 മാസം ഞാൻ പറഞ്ഞേക്കുന്ന ഏറ്റവും കൂടുതൽ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് വയ്യ ഈ കൊച്ചിനെ നോക്കാൻ, എനിക്ക് പറ്റില്ല ഈ കൊച്ചിനെ നോക്കാൻ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും അവനെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവന് വേണ്ടാഞ്ഞിട്ടോ പറഞ്ഞേക്കുന്നതല്ല. ആ നമ്മുടെ ഒരു എന്താ പറയുന്നത്, ആ ഒരു ഉറക്കമില്ലായ്മ, ഫീഡിങ് ബുദ്ധിമുട്ട്, നമ്മുടെ പെയിൻ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് അതല്ലേ. അപ്പം ആ ഒരു വിഷമം കൊണ്ടും ആ ഒരു സ്ട്രെസ് കൊണ്ടും എൻ്റെ വായിൽ നിന്ന് വന്നു പോയേക്കുന്ന വാക്കുകളത്. പക്ഷേ അത് നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് കൊച്ചിനെ വേണ്ട എന്ന് ചിന്തിച്ച് പറഞ്ഞേക്കുന്ന കാര്യമല്ല. ഓഫ് കോഴ്സ് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് വേണമെന്ന് ഉണ്ടായ കുട്ടിയാണ് ഹെബില്, അതും അതെ. അപ്പോൾ നമ്മളത് പറയുമ്പോൾ എനിക്കും അവൻ്റെ ആ ഒരു കടന്നു പോയ സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് അവനെന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ എൻ്റെ ജീവിതകാലം മൊത്തം എൻ്റെ തലേന്നത് പോവില്ലായിരിക്കും ചിലപ്പോൾ അല്ലേ. ഞാൻ വേണ്ട കൊച്ചിനെ എനിക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ സംഭവിച്ചു. അത് ചിലപ്പോൾ എന്നെ തളർത്തിക്കളയും. അപ്പോൾ ദൈവം എനിക്ക് കാണിച്ചു തന്ന അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്ന ചെറിയൊരു അടി അത് എന്നെനിക്ക് ഞാൻ ആ ദിവസങ്ങളിലും ഞാൻ എൻ്റെ മമ്മീനോടും, മമ്മി ഇവിടെ ഉണ്ടായിരുന്നു, മമ്മി ഡാഡി ഇവിടെ ഉണ്ടല്ലോ, മമ്മീനോടും എൻ്റെ ഹസ്ബൻഡിനോടും ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നൊരു കാര്യം ഞാൻ ആ പറഞ്ഞിട്ടിരുന്നത് നിർത്താൻ വേണ്ടി ദൈവം എനിക്ക് തന്നൊരു അടി അത്. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ അവനോടുള്ള ആ ഒരു പെരുമാറ്റം മാത്രമല്ല, ബാക്കി എനിക്കറിയുന്ന എത്ര ആൾക്കാരുണ്ടോ എല്ലാവരോടും എൻ്റെ പെരുമാറ്റം വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ ദേഷ്യമാണെങ്കിലും എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞ് എന്നറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്ന ആൾക്കാരാണെങ്കിലും, അങ്ങനെ മിണ്ടാതിരുന്നേക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാൽ എനിക്ക് ഉള്ളിൽ വിഷമം ഉണ്ടായിരിക്കുന്ന ആൾക്കാരാണെങ്കിലും പിന്നീട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഈ ദേഷ്യം അല്ലെങ്കിൽ വിഷമം എത്ര നാൾ വെച്ചിട്ടിരിക്കും? പെട്ടെന്ന് ഇവർക്കൊരു വയ്യായിക വന്നു എന്നെ അത് വിഷമിപ്പിക്കും എന്നാണ് നിങ്ങളുടെ ആൻസർ എന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ദേഷ്യമുള്ള ഒരാളാണ്, നിങ്ങൾക്ക് വിഷമം തോന്നുന്ന ഒരാളാണെങ്കിൽ ഇന്ന് തന്നെ പോയി സംസാരിക്കുക. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം നമ്മൾക്ക് ദേഷ്യം തോന്നി നമ്മൾ വെച്ചിട്ടിരുന്നു, എന്തെങ്കിലും ഒരു കാരണം വെച്ചാൽ ഈ ആൾക്കൊരു വയ്യായിക വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, ഈ ലോകത്തോടെ വിട പറഞ്ഞു, നിങ്ങൾക്ക് വിഷമാവും എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളിപ്പോഴും ആളെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ. അതല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ ആള് മരിച്ചാലും ജീവിച്ചാലും എനിക്കെന്താ പ്രശ്നം, ഞാനത് കെയർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് നിങ്ങളുടെ ചിന്ത എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതാരും ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ, നിങ്ങളുടെ സ്വന്തം ഹസ്ബൻഡ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരാണെങ്കിലും പോയി ചെന്ന് സൗമ്യമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് രമ്യതപ്പെടാം. അതേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. കാരണം എനിക്ക് വന്ന എൻ്റെ ജീവിതത്തിലെ ഈ സാഹചര്യം ഇപ്പം ഉണ്ടാവാൻ കാരണം ഏകദേശം ഈ കാര്യം നടന്നിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു നിസ്സാരം. പലപ്പോഴും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യും, പിന്നെ എടുത്തിട്ടുണ്ട്, പിന്നെയും ഡിലീറ്റ് ചെയ്യും. ഇപ്പോൾ ഈ വീഡിയോയും ഞാൻ പബ്ലിഷ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിഷമം വിചാരിച്ചിരുന്ന ആൾക്കാർ, നമ്മൾ മിണ്ടാതിരുന്ന ആൾക്കാർ, നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കുന്ന ആൾക്കാർ, അവരുടെ സാഹചര്യം നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മളെക്കാളും മോശപ്പെട്ട സാഹചര്യമായിരിക്കും അവരുടെ പോകുന്നത്, നമ്മളെക്കാളും ബുദ്ധിമുട്ടിലായിരിക്കും അവർ പോകുന്നത്, നമ്മളെക്കാളും വിഷമത്തിലായിരിക്കും അവർ പോകുന്നത്. നമുക്കറിയില്ല അല്ലേ അവരുടെ സാഹചര്യം എന്താണെന്ന്. അതുകൊണ്ടായിരിക്കും അവർ നമ്മളെക്കുറിച്ചൊരു കുറ്റോ ഒരു ചീത്തയായിട്ടോ എന്തെങ്കിലും പറയാനുണ്ടായിരുന്ന സാഹചര്യം
അവരുടെ സാഹചര്യങ്ങളായിരിക്കും അവരെ അങ്ങനെ പറയിപ്പിച്ചത്, അല്ലാതെ നമ്മൾ ചീത്ത ചെയ്തത് കൊണ്ടല്ല. നമ്മുടെ സാഹചര്യം എന്താണെന്ന് അവർക്ക് അറിയില്ല അല്ലേ. അവർ നിങ്ങളോട് ഇങ്ങോട്ട് പെരുമാറാൻ രമ്യതപ്പെടാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, അങ്ങ് സംസാരിച്ച് തുടങ്ങ്. അത്രയും തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിന് വലിയ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. ഈ ജീവിതത്തിൽ എത്ര നാളുണ്ട് നമ്മൾ ഈ ജീവിതത്തിൽ. ഇപ്പം എനിക്ക് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ 33 വയസ്സായി. ഈ 33 വയസ്സിൽ ഞാൻ കടന്നു പോയിരിക്കുന്ന എത്രയേ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. എല്ലാവരെയും ഞാൻ ഇതുവരെ ഇപ്പോഴും കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. എന്നാലും നമ്മൾ കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ടിരുന്ന ചില ആൾക്കാരായിട്ട് നമ്മൾ കുറേ നാളത്തെ മിണ്ടാതെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചെന്ന് രമ്യതപ്പെടാം, സൗമ്യമായിട്ട് സംസാരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അത്ര എനിക്ക് പറയാനേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്.